ഡേ അമ്മയുടെ വക ഓണത്തിൻ്റെ ഒരു 3 വിഭവങ്ങൾ: കാളൻ, ഓലൻ, എരിശ്ശേരി. ഇത്രയേ ഉള്ളൂ ഇത്തവണ. പോരെ? ഇന്ന് അമ്മ പറഞ്ഞതുപോലെ 3 സാധനങ്ങളാണ് ഒരുമിച്ച് ഉണ്ടാക്കുന്നത്. അതായത് ചേനയും കായയും കൊണ്ട് കാളനും, ചേനയും കായയും കൊണ്ട് എരിശ്ശേരി. ചേനയും കായ എരിശ്ശേരിയുടെ കുറച്ച് വലുതാക്കി നുറുക്കണം, കാളൻ്റെ കുറച്ചുകൂടി ചെറുതാവാം. എരിശ്ശേരിയുടെ ഇത് കാളൻ്റെ, ഓലൻ്റെ തലേ ദിവസം ഒരു പിടി പയർ. അത് ആൾക്കാരുടെ അനുസരിച്ച് അളവ് വേണം. ഇത്ര പയറാണ് അമ്മ ഇട്ടേക്കുന്നത്. ഇത് വെള്ളത്തിൽ തലേ ദിവസം ഇട്ടിട്ട് കുതിർത്തിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് പണിയാവും. അതുകൊണ്ടാണ് കുമ്പളങ്ങയെ നുറുക്കുക. ഇതാണ് അമ്മ ഓലന് കാണിക്കാൻ പോണത്. പിന്നെ പച്ചമുളക് വേണ്ടതിന് പച്ചമുളക് ഇടുക, മുളക് പൊടി വേണ്ടതിന് മുളക് പൊടി ഇടുക. ഇത് പച്ചമുളക് കാളൻ്റെയും ഓലൻ്റെയും. എരിശ്ശേരിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയാണ്. കാളൻ്റെ മഞ്ഞൾപ്പൊടി ഇടണു, ഇനി പച്ചമുളക് അതിലിടണ്ട കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ തന്നെ എരിശ്ശേരിയുടെ ഇട്ട് വയ്ക്കാം. എരിശ്ശേരിയുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാളന് പച്ചമുളക് ഇടണ്ടേ, അതിട്ട് കാണിക്കാം. മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണം. ഒരു പ്രത്യേക സ്വാദ് വരും. കുരുമുളക് പൊടിയില്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിച്ചിട്ടാലും മതി കേട്ടോ. പൊടി കുറവാച്ചാലേ കുരുമുളക് പൊടിച്ചിട്ടുള്ളൂ. കാളന് മഞ്ഞൾപ്പൊടി ഇട്ടുമല്ലോ. ഇനി പച്ചമുളകും കൂടി കയറിയിടണം. കാളൻ്റെ അമ്മ പറഞ്ഞ പോലെ എരിവുകൾ ഓരോ സ്ഥലത്തെ ഇഷ്ടം പോലെ. ഭയങ്കര എരിവ് വേണ്ടാത്തവർക്ക് അമ്മ ഇപ്പോൾ ഒരു 3-4-5 പച്ചമുളക് ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയും ജീരകവും കൂടെ അരയ്ക്കണം. കാളന് അത് തന്നെ അരപ്പാണ് എരിശ്ശേരിക്ക്. പെട്ടെന്ന് പണിയാവില്ലേ? കാളൻ്റെ എരിശ്ശേരിയുടെ 2 പ്രഷർ കുക്കറിലായിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. അരക്കലും 2ആയിട്ട് അരച്ചെടുക്കുള്ളൂ കേട്ടോ. ഉപ്പ് ഞാൻ കാളനിലും എരിശ്ശേരിയിലും ഇട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചേന ഇട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് വെന്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിടാം. 2 ഒരുമിച്ച് വേവിക്കാൻ വെച്ചു. ഓലൻ്റെയും കൂടി വയ്ക്കായിരുന്നു, പക്ഷെ അടുപ്പില്ല. 2 അടുപ്പേ ഉള്ളൂ. ഇല്ല, അത് മറ്റേലായിരുന്നു പഴയതിൽ. കീബോർഡ് ഒരുമിച്ച് വെച്ചിട്ടാണ് പാട്ട് വെക്കുക. നല്ല റഹ്മാൻ കണ്ടാലും തോന്നുന്നു. അമ്മ റഹ്മാൻ. ആദ്യം കാളനുള്ളത് അരച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം മാത്രം മതി. സാധനത്തിൻ്റെ അളവനുസരിച്ച് തേങ്ങയുടെ അളവുമൊക്കെ കൂട്ടുക. അത്രയേ ഉള്ളൂ. ജീരകം എന്തായാലും നല്ലതാണ്. എന്ന് വെച്ചാൽ കുറേ ഇട്ടാൽ ജീരകം കുത്തു വരും. ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് തൈരൊന്ന് പൊട്ടിക്കണം. അത് കഴിയുമ്പോൾ കാണിച്ചു തരാം. തൈര് അവിടെ വെച്ചിട്ടുണ്ട്, കാണിക്കാം കേട്ടോ. ഉടയ്ക്കണം. വെണ്ണ പോലെ അരച്ചെടുത്തു കേട്ടോ. എരിശ്ശേരിക്ക് ഇത്രയും വെണ്ണ പോലെ വേണ്ട, ഒന്ന് ചതഞ്ഞാൽ മതി. ഇത് കാളൻ്റെ. ഇനി ഇതിന് തൈര് ഉടച്ചെടുക്കണം. മിക്സി വേണ്ടതുകൊണ്ടേ ഇതിൽ അരച്ച് മിക്സി മാറ്റണ്ടേ, അതാണ് ചെയ്യണം. 2 പ്രഷർ കുക്കർ പോലെ 2 മിക്സി ആക്കിയല്ലോ. ഉണ്ടോ? എരിശ്ശേരിയുടെ അരക്കായിടാം. അതായത് കുറച്ച് തേങ്ങയും, എരിശ്ശേരിക്ക് വറുത്തിടലിൽ തേങ്ങ വേണം. അതാണ് തേങ്ങ എടുത്തു, കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് അരയ്ക്കണം. അരയ്ക്കാൻ വെച്ചാൽ പറഞ്ഞില്ലേ അമ്മ, അതിന് വലിയ അരവ് വേണ്ട, ഒന്ന് ഒതുങ്ങിയാൽ മതി. എരിശ്ശേരിയുടെ ഒതുക്കിയെടുത്തു കണ്ട. ഇതിന് ഇത്രേ വേണ്ടു. വെണ്ണ പോലെ ചമ്മന്തി അല്ല, അതിനും കുറവാ. തൈരൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. ആവശ്യത്തിനുള്ളത് സാധനത്തിനനുസരിച്ച് തൈരെടുക്കുക. ഇവിടെ ഇത്രേ വേണ്ടു. നന്നമ്മാൻ്റെ പിറന്നാളാ. അപ്പം എനിക്കവിടെ സദ്യ കിട്ടും. എന്നാലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കും. നിനക്കുണ്ട്. തൈര് ഉടച്ചിട്ട് അമ്മ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. കണ്ടാ? അല്ലാണ്ട് കട്ട തൈര് ഒഴിച്ചാലേ അത് ഉണ്ടയായിട്ട് ഇങ്ങനെ നടക്കും. അതാണ് ഒന്ന് ഉടച്ചെടുക്കണം എന്ന് പറഞ്ഞു.
ദേ കായയും ചേനയും പച്ചമുളക് ഇട്ട് വേവിച്ചത് കണ്ട നല്ലോണം വെന്തു ഇപ്പോൾ. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി ഉപ്പിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇത് കാളൻ കേട്ടെ. എനിക്ക് ചേന വേവുന്ന പേടിയായിരുന്നു. ചേന വേവുണ്ട്, കാലം ഇതല്ലേ, ഓരോ സീസൺ ഉണ്ട് ഓരോന്നിനും വേവണതും വേവാത്ത. പുതിയ ഇൻഫർമേഷനാണ്. അല്ല ഉണ്ട്, ഓണം തിരുവാതിര ആ സമയത്തൊക്കെ കായ വേവും. ഇനിയിപ്പോൾ ഇത്തിരി വെള്ളവും കൂടെ അതിലേക്ക് കലക്കി ഒഴിച്ച് കാണിക്കാം. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് ഉപ്പിടാമല്ലോ. വെന്തൂല്ലോ. എനിക്ക് സംശയമാണ് വെന്തില്ലെങ്കിൽ. ചിലരിടും, വേവണമുണ്ട്. പക്ഷെ എനിക്കൊരു സംശയമാണ് വേവോ എന്ന്. കണ്ട, ഇനിയിപ്പോൾ ആരെങ്കിലും നമുക്കിടാം. ഇതൊന്ന് അടുപ്പത്ത് വെച്ച് കൂടിയിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ വെണ്ണ പോലെ, അത് മിക്സ് ചെയ്യണം. കാണിക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇതാകുമ്പോഴേക്കും അരച്ച് വെച്ച് തേങ്ങ ചേർക്കാം കേട്ടോ. അതും കാണിച്ചു തരാം. ഇതാ കണ്ടോ തിളയ്ക്കണത് കണ്ടോ. ഇതൊന്ന് താത്തി വെച്ചിട്ട് ഈ അരച്ച് വെച്ചിട്ടില്ലേ വെണ്ണ പോലെ തേങ്ങയും ജീരകവും കൂടി അത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അത് വേറെ പാട്ടാ, തെറ്റിയ പാടി. അത് തന്നെ, അതൊക്കെ എന്തിനാ അന്വേഷിക്കണേ? ക്രിയേറ്റിവിറ്റി തന്നെ. വേറെ ഒരു പാട്ടുണ്ട്, വെണ്ണയിൽ വെച്ചിട്ട് എന്തോ ഒരു പാട്ടുണ്ട്. വെണ്ണ തോൽക്കുമുടലോടെ. നല്ല പാടും പറഞ്ഞോണ്ട് കിട്ടിയ ചാൻസിന് പാടുക. ഞാൻ ആ വരി മാത്രം റിപ്ലൈ കൊടുക്കും. ഞാൻ പഠിപ്പിച്ച അത് ഞാൻ കണ്ടു. കണ്ടല്ലേ? ഞാൻ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് പഠിച്ചതാ. വത്സല ടീച്ചർ ആൻഡ് തങ്ക ചേച്ചി രണ്ടുപേരായിരുന്നു എൻ്റെ ടീച്ചർമാർ. ഒരുമാതിരിയൊക്കെ ആയത് കണ്ട അടി പിടിക്കാണ്ട് ഇളക്കണം കേട്ടോ. കൽച്ചട്ടി ആയതുകൊണ്ട് അങ്ങനെ പിടിക്കില്ല. അല്ലാത്തവരും ഇളക്കിക്കൊണ്ടിരിക്കണം ശ്രദ്ധിച്ച്. തൈരുടച്ച് വെച്ചത് കണ്ടോ, അത് ഒഴിക്കുകയാണേ. ഇനി ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കരുത്, ഒന്ന് നൊര പൊട്ടാനേ പാടുള്ളൂ. നൊര എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവില്ല എന്ന്. അതേ നൊര കാണിച്ചു തരാം. അത് കഴിഞ്ഞ് വറുത്തിട്ടാൽ കാളൻ റെഡി. കണ്ട, ഇതാണ് നൊര പൊട്ടൽ. കണ്ട, ഇനി അതതിൽ ഇരുന്നൊക്കെ ശരിയായിക്കോളും. താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് കുഞ്ഞു ചീഞ്ചട്ടി വെച്ച്, വലിയ ചീഞ്ചട്ടി അമ്മയ്ക്ക് എരിശ്ശേരിക്ക് വേണം. അതുകൊണ്ട് കുഞ്ഞു ചീഞ്ചട്ടി വെച്ച് വറുത്തിട്ട് കാണിക്കും. വറുത്തിടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ കുറച്ച് ഉലുവ, കടുക്, ഉണക്കമുളക്, കരിവേപ്പില. ഉലുവയാണ് ഇതിൻ്റെ എന്തോന്ന് പറയുമല്ലോ ഒരു വാക്ക്, പ്രധാനം എന്നുള്ളതിന്. പ്രധാനി എന്നൊന്നുമല്ല, ഒരു വാക്കുണ്ട് എല്ലാവരും പറയും, വൈബൊന്നു. അത് വേറെ അല്ലേ? അവിടെ നിന്ന് നമുക്ക് ഇത്തിരീശ കിട്ടും. എല്ലാം കൂടി ഞാൻ മുഴുവനാക്കി എടുക്കുമ്പോൾ ഒക്കെ തെറ്റി പോടും. ഭഗവാനെ ഗുരുവായൂരപ്പ. ഇതാ കടുക്, വെളിച്ചെണ്ണ ചൂടായി, കടുക് ഇടണു. ചൂട് പോരാൻ തോന്നുന്നു. അത് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ കണ്ടുമല്ലോ, കരിവേപ്പില ഇടുക, ഉണക്കമുളകും കൂടിയിട്ട് വറുത്തിടുക. അപ്പം എന്താ, കാളൻ്റെ പണി പൂർത്തിയാവും. ഉലുവയും കരിവേപ്പില ഇടണം കേട്ടോ. പൊട്ടുമ്പോഴേക്കും എന്തേ ഉണക്കമുളക് അതൊന്ന് പൊട്ടിച്ച് അതും ഇടും. ആയി. അപ്പോൾ തുമ്മുന്നീര് ഓഫാക്കിയിട്ട് ഇതിലേക്ക് കൊട്ടട്ടെ. ഇതൊക്കെ സ്ഥിരം ഒരേ പല്ലവി അല്ലേ? വറുക്കുക, പൊട്ടുക, തട്ടുക, മുട്ടുക. ഒക്കെ കുട്ടികളൊക്കെ ഇപ്പോൾ പഠിച്ച് കാണും. കണ്ട കുറുക്കായത് കണ്ട. ഇത് വറ്റിച്ചാണ് കുറുക്ക് കാളനാക്കുക. ഇനി മെത്തേഡുണ്ട്. ഇനി നമുക്കടുത്തത് എരിശ്ശേരിയുടെ പണി നോക്കാം. എരിശ്ശേരി വേവിച്ചത് ഇതിലേക്ക് കൊട്ടിയിട്ട് മറ്റേതുപോലെ തന്നെ ഒന്ന് കൂട്ടിയിട്ട് ഉപ്പിട്ടിട്ട് കൂട്ടും. എരിശ്ശേരിക്ക് അധികം വെന്ത് കുഴഞ്ഞാൽ അതിൻ്റെ ഭംഗി പോവും. അതാണ്. ഇനി ഉപ്പും കൂടി ഒന്ന് തിളച്ചിട്ട് ഇതിൽ ഉപ്പിടാം. ഇതൊന്ന് വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പ് മിക്സ് ചെയ്യാം. അപ്പോഴേക്ക് ഓലൻ്റെ മറ്റേ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. കണ്ടോ, ചേനയും കായയും കൂടെ വേവിച്ച് ഇതിലാക്കി ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തു.
ഇനി ഇതേ തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചേക്കണത് കണ്ടില്ലേ, അത് ഇതിലേക്ക് മിക്സ് ചെയ്യണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കൂടിയിട്ട് നമുക്ക് വറുത്തിടാം. വറുത്തിടലിൽ തേങ്ങ വേണം, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നാവട്ടെ ഇനി. അപ്പം ആ സമയത്ത് നമുക്കൊരു പണി ചെയ്യാം. ഈ പയർ വെള്ളത്തിയിട്ട് വെച്ചിരുന്നല്ലോ, അത് അടിയിലുണ്ട് പയർ, കണ്ട മുകളിൽ കുമ്പളങ്ങ ഇട്ടു. എന്നിട്ട് കുമ്പളങ്ങയ്ക്ക് വെള്ളം ഉണ്ടാവും, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ആ പയർ മുങ്ങാനുള്ള. ഒരു 3 പച്ചമുളകും കീറിയിട്ടു ഒന്നുകൂടെ വേവിക്കാൻ വയ്ക്കും. ഒന്നുകൂടിയല്ല, ആദ്യമായിട്ട്. വെളിച്ചെണ്ണ ചൂടായി, കടുകിട്ടു. ഇതാ മുളകും കരിവേപ്പിലയും കൂടെ കൊട്ടണം, ഉണക്കമുളകാണ്. കുറച്ച് തേങ്ങ, അതും കൂടെ വറുത്തിടണം. ഓലന് തേങ്ങാപ്പാൽ എടുത്തു വെച്ചു ഞാൻ. വേറൊരു കാര്യം സൂത്രം പറഞ്ഞു തരാം. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നമ്മുടെ പാല്, മറ്റേ പാലില്ലേ, അത് ചേർത്താലും മതി. പക്ഷെ തേങ്ങാപ്പാലിനാണ് സ്വാദ്. ഞാനിപ്പോൾ അത് കാരണം കുമ്പളങ്ങയും പയറും കൂടി വേവിക്കാൻ വെച്ചു. തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതിൽ തന്നെ വേവിക്കാതും, അപ്പോൾ നല്ല സ്വാദുണ്ടാവും. തേങ്ങ മൂത്ത കണ്ട ഞാൻ ശരിക്ക് വേവിച്ച് വെച്ചിട്ടില്ലേ ഇവിടെ, ഇതിലേക്ക് കൊടുത്തു. അതാണ് അമ്മ പറഞ്ഞില്ലേ ചീഞ്ചട്ടി വേണമെന്ന് അമ്മയ്ക്ക്. ഇതാണെങ്കിൽ നമുക്ക് അടി പിടിക്കുകയോ കരിയോ ഒന്നും പേടിക്കണ്ട. ഇത്ര കൊല്ലം പഴക്കമുള്ളതായാലേ അതിൻ്റെ ഗുണമൊന്നും വേറെ തന്നെയാണ്. ഓഫാക്കാൻ പോണു. എന്താ ഇന്നേ ആ എനിക്ക് ബ്രെഡിന്റെ കൂടെ എരിശ്ശേരി മതി. എനിക്ക് തോന്നിയത് ഞാൻ പുട്ടിൻ്റെ കൂടെ തരാന്നാ വിചാരിച്ചിരുന്നത്. ബ്രെഡും എരിശ്ശേരിയും തരാട്ടാ. നമുക്കൊരു പുതിയ കോംബോ ട്രൈ ചെയ്യാം. ചെയ്തോളൂ, എനിക്ക് വേണ്ട. നല്ല സ്വാദുണ്ട്. ഞാൻ ബ്രെഡ് ചായയിലും മുക്കി തിന്നും. ഇതാ ഓലന് വേവിച്ച് വെച്ചത് കണ്ടോ, കുമ്പളങ്ങയും പയറും, വൻപയർ നല്ലോണം വെന്ത് കണ്ടോ. ഇനി ഇപ്പോൾ അതിലേക്ക് അമ്മ തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ഒഴിച്ച് കണ്ടോ തിരി ഒഴിച്ച് ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ പണി. അത് കഴിഞ്ഞ് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഇടണം. ഇപ്പോൾ 3 കൂട്ടാനായില്ലേ. സാമ്പാർ ഇതിനു മുമ്പ് കാണിച്ചിരുന്നില്ലേ. അവിയൽ അമ്മയുടെ പണ്ടത്തെ എടുത്ത് നോക്കിൻ മക്കളെ, എന്താ ചെയ്യുക, എല്ലാം കൂടി സമയമില്ല മോളേന്ന്. ആ കുട്ടികളെ എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇനി ഇതൊന്ന് വറ്റണം. ആ പാൽ മുഴുവൻ ഒഴിച്ച് വറ്റിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഇതിന് കടുക് വറക്കലൊന്നും ഇല്ലല്ലോ. കണ്ട കണ്ട പറഞ്ഞില്ല, അതിൽ വറ്റി ഇനി അടുത്ത പാലും കൂടി ഒഴിക്കുക. ഈ പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് കാണാമല്ലോ. നമ്മൾ കരിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിക്കും. ഇത്രയേ ഉള്ളൂ പണി. ഇതോടെ കഴിയും. നല്ലോണം തിളച്ച് വറ്റണം കേട്ടോ. ഇനി ഓഫാക്കുകയാണ് കേട്ടോ. ഇനി 2 കൂട്ടം വറുത്തിട്ടതല്ലേ, ഇത് വറുത്തിടാത്ത ആയിക്കോട്ടെ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, തേങ്ങാപ്പാലാണല്ലോ, ആ കരിവേപ്പില ഇട്ടു. ഇപ്പം എന്താ പറയാന്നോ, ഓലൻ ഈസ് ഓവർ. കാളൻ, ഓലൻ, ശരി 3 ആയി. All set.